വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ മസദ. സൂറത്തുൽ മസദ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മസദ്. അപ്പോൾ ഈ ഒരു സൂറത്തിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്കൊന്ന് സൂറത്ത് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. എല്ലാവരും കേട്ടല്ലോ അല്ലേ? നല്ല അടിപൊളി ഖിറാഅത്ത് കേട്ടു. ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് എന്തൊക്കെ ഈ സൂറത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഭാഗങ്ങളുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ സൂറത്തുൽ മസദ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്. സൂറത്തുൽ തബ്ബത്ത് എന്നും അതേപോലെ തന്നെ സൂറത്തുൽ മസദ എന്നും സൂറത്തു അബീ ലഹബ് എന്നും അങ്ങനെ ഒരുപാട് പേരുകൾ ഇതുണ്ട്. എന്നാലും നമുക്കൊന്ന് ഓതി നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും ഓതിക്കൊള്ളു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇവിടെ ഓത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം എന്ന് പറയാം. തബ്ബ തബ്ബ ബ ശബ്ദുണ്ട് അതിൽ. അപ്പൊ എന്ത് ചെയ്യണം? അത് കട്ടിയിൽ പറയണം. തബ്ബ തബത്ത് എന്ന് പറഞ്ഞാൽ പോരാ. തബ്ബത്ത് തബ്ബത്ത്. പിന്നെ യദാ യദ യദ എന്ന് പറഞ്ഞാൽ പോലെ യദാ നീട്ടാനുണ്ട് അവിടെ. നേരത്തെ നമ്മൾ ശബ്ദാണെങ്കിൽ ഇവിടെ മദ്ദാണ്. യദാ മദ്. പിന്നെ അബീ ലഹബിം ലഹ ലഹബ് അബൂ ലഹബ് എന്നല്ല അബീ ലഹബിം. പിന്നെ വതബ് വതബ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖ് ത് ബ് ജ് ദ് അല്ലെ? ഖുതുബ് ജദ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്നുള്ള നിലക്ക് പറഞ്ഞിരുന്നു. അത് വരുന്ന സമയത്ത് വ്യക്തമാക്കി പറയണം അല്ലെ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അതിലത് പറയുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അതിൽ പറയുന്നുണ്ട് അല്ലെ? ദ് ഖ് പോലെയുള്ള. ഇതിവിടെ ബ് എന്നാണ്. അതിനെ ശബ്ദ ഇട്ടിട്ടാണ്. അപ്പൊ ഓതേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ തബ്ബത് تبت يدا أبي لهب وتب وتب. ഓതിക്കോളൂ. ഓക്കെ, ഒന്നും കൂടി പറയാം. تبت يدا أبي لهب وتب. ഓക്കെ, ഇനി രണ്ടാമത്തത് ما أغنى عنه ماله وما كسب. ഇവിടെ മാ അവിടെ മദ്ദുണ്ട്. പിന്നെ അഗ്ന അഗ്ന ഗൈനാണ്. മാ അഗ്ന മാ അഗ്ന. പിന്നെ അൻഹു 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 എന്നല്ല, ആ അല്ല ഐനാണ്. പിന്നെ വളരെ കുറെ ആളുകൾക്ക് തെറ്റാറുള്ള ഒരു കാര്യമാണ് മാലുഹു എന്നതിനെ മാലഹു എന്ന് പറയും. അൻഹു മാലഹു വമാ കസ. മാല അല്ല മാലു മാലു മാലുഹു. പിന്നെ വമാ കസബ് കസബ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. ഓതണേ എല്ലാവരും ഓതി. ما أغنى عنه ماله وما كسب. ഓക്കെ, ഇനി അടുത്തത് സയസ്ലാ നാറൻ ذات لهب. സയസ്ല എന്നല്ല, സയസ്ല സ്വാദാണ്. അപ്പൊ സയസ്ല സയസ്ല നാറൻ
നാറുൻ അല്ല നാറൻ. സയസ്ല നാറുൻ ദാത്ത ലഹബ് എന്ന് പറയാൻ പാടില്ല. നാറുൻ അല്ല നാറൻ. പിന്നെ ദാത്ത 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 അല്ല ദാത്ത. പിന്നെ ലഹബ് ലഹബ് ഹ ഹ. അപ്പൊ ഒന്നുകൂടി പറയാം. സയസ്ല നാറൻ ദാത്ത ലഹബ് സയസ്ല നാറൻ ദാത്ത ലഹബ്. ഓക്കെ, ഓതിയല്ലോ അല്ലേ? وامرأته حمالة الحطب وامرأته وامرأته تو وامرأته അല്ല അത്ത അല്ല അത്തുഹു. പിന്നെ ഹമ്മാലത്തു അല്ല ഹമ്മാലത്തൽ ഹത്വാബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബ്. എന്നുകൂടി പറയാം. വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബ്. അതാണ് 4ാമത്തെ ആയത്ത്. എല്ലാവരും ഓതിയിട്ടുണ്ടല്ലോ അല്ലെ? ഇനി 5ാമത്തെ ആയത്ത്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഫീ ജീദിഹാ ഹാ. പിന്നെ ഹബ്ലും മിൻ മസദ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഒന്നുകൂടി. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓതിയിട്ടുണ്ടാകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഈ ആയത്തുകളെല്ലാം ഇതേപോലെ തന്നെ ഉച്ചരിച്ചു കൊണ്ടുള്ള ആ ഖിറാത്ത് ഒന്നുകൂടി കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب. ما أغنى عنه ماله وما كسب. سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഓക്കെ, കേട്ടല്ലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.